കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ ഭവനങ്ങളിൽ ഏറെയുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ ഇന്നലെയുള്ള അനുഭവങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഭക്ഷണമില്ലാതിരുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. അവർക്ക് വേണ്ടത്ര സാഹചര്യങ്ങളില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അവർ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവർ പ്രാർത്ഥിച്ച് കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചതിൻ്റെ നന്മയാണ് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. അടുത്ത തലമുറയായ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മ നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്. കുടുംബത്തിൽ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് അതവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഈ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവത്തോട് തുറന്നു പറയാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഈ കുടുംബ പ്രാർത്ഥന. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരിടം കൂടെയാണ് ഈ കുടുംബ പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്ന ഇടം. തീർച്ചയായും അതൊരനുഗ്രഹമാണ്. കുടുംബ പ്രാർത്ഥനയിൽ ഒരു വേദഭാഗം വായിച്ച് ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തങ്ങളുടെ കുടുംബങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം. നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് ഓരോ ദിനപത്രങ്ങൾ വായിക്കുമ്പോഴും ഇന്ന് സമൂഹത്തിലേക്ക് ഓരോ നമ്മൾ നോട്ടവും നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോഴും കാണുന്ന കാഴ്ചകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാൻ, അതിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ കാത്ത് പരിപാലിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അവരെങ്ങനെ തിരിച്ചു വരുന്നു എന്ന് നമുക്കറിയില്ല. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോകുന്നുണ്ട്, എങ്ങനെ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കാൻ സാധിച്ചാൽ, ദൈവത്തിന് അവരെ സമർപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, ദൈവം അവരെ മടക്കിക്കൊണ്ടുവരും. ആ ദൈവം അവരെ പരിപാലിക്കും. കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളെ കൂട്ടിവരുത്തണമേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതം തുടങ്ങിയാൽ ആ വൈകുന്നേര ദിവസം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കും. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു വളരുന്ന കുടുംബമായി വളരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വളരുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ സാത്താൻ്റെ പണിപ്പുരകളാണ്. നമ്മുടെ ഭവനങ്ങൾ സാത്താൻ്റെ പണിപ്പുരകളാണോ? നമ്മുടെ ഭവനങ്ങൾ സാത്താൻ്റെ പണിപ്പുരകളാണോ? അതോ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണോ? കുടുംബ പ്രാർത്ഥന ഭവനത്തെ ദേവാലയമാക്കി മാറ്റുന്നതാണ്, ആരാധന ഉയരുന്ന ഇടമാക്കി മാറ്റുന്നതാണ്. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ആരാധന ഉയരുന്ന ഇടമാക്കി മാറ്റാം. പണിപ്പുരകളായിട്ടല്ല, സാത്താൻ്റെ പണിപ്പുരകളായിട്ടല്ല, മറിച്ച് ദൈവത്തിന് ആരാധന ഉയരുന്ന ഇടമാക്കി നമുക്ക് മാറ്റാം.